ഗസയിലേക്ക് വന്നാൽ തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിൽ നിന്ന് കൂട്ടപ്പലായനം ഒഴിയണമെന്ന ഇസ്രായേൽ ഭീഷണിക്ക് പിന്നാലെ യൂറോപ്യൻ ആശുപത്രിയിൽ നിന്ന് രോഗികളും അഭയാർത്ഥികളെയും ഒഴിപ്പിക്കുകയാണ്. തെക്കൻ ഗസയിൽ ഹമാസുമായുള്ള ഏറ്റുമുട്ടലിൽ ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടു. ഷഹാന ഷെറിൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ഷഹാന, എന്തുകൊണ്ടാണ് ഖാൻ യൂനിസിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിയണമെന്നുള്ള അന്ത്യശാസനം ഇസ്രായേൽ നൽകുന്നത്? വലിയ ആക്രമണത്തിന് അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇസ്രായേൽ? എങ്ങനെയാണ് ഇപ്പോൾ ഈ പലായനം നടക്കുന്നത്? സൈഫു, തെക്കൻ ഗസയിൽ കടുത്ത ഏറ്റുമുട്ടലാണ് ഹമാസും ഇസ്രായേൽ സേനയും തമ്മിൽ നടക്കുന്നത്. ഇന്നലെ ഖസാം ബ്രിഗേഡ്സിന്റെ 20ഓളം റോക്കറ്റുകൾ തെക്കൻ ഗസയിൽ നിന്ന് ഇസ്രായേൽ നഗരങ്ങളെ ലക്ഷ്യമിട്ട് അയച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഖാൻ യൂനിസ് ഒഴിയണമെന്ന ഇസ്രായേലിന്റെ അന്ത്യശാസനം വരുന്നത്. ഈ ഭീഷണിക്ക് പിന്നാലെ ഖാൻ യൂനിസിൽ നിന്ന് അഭയാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഫലസ്തീനികൾ ഒഴിഞ്ഞു മാറുകയാണ്. ഇപ്പോൾ യൂറോപ്യൻ ആശുപത്രിയിൽ നിന്ന് രോഗികളും അഭയാർത്ഥികളായുള്ളവരും എല്ലാം ഒഴിപ്പിക്കുന്നത് തുടരുകയുമാണ്. ഇത്തരത്തിൽ ഖാൻ യൂനിസിൽ ആക്രമണം കടുപ്പിക്കാനുള്ള നീക്കത്തിലേക്കാണ് നെതന്യാഹു സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ വടക്കൻ ഗസയിലെ ഷുജായിയയിലും ആക്രമണം കടുപ്പിക്കാൻ തന്നെയാണ് നീക്കം. ഈ രണ്ടിടങ്ങളിലാണ് ഇപ്പോൾ ആക്രമണം നടക്കുന്നത്. റഫയിൽ നിന്ന് ആക്രമണം ഖാൻ യൂനിസ് കേന്ദ്രീകരിച്ചാക്കാനാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ നീക്കം. മറ്റൊരു കാര്യം ഈ ഏറ്റുമുട്ടലാണ്. ഹമാസുമായി തെരുവ് യുദ്ധം, അക്ഷരാർത്ഥത്തിൽ തെരുവ് യുദ്ധം തന്നെയാണ് തെക്കൻ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു സൈനികൻ, 20 വയസ്സുള്ള ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സേന സ്ഥിരീകരിച്ചിരിക്കുന്നു. മറ്റൊരു കാര്യം വെസ്റ്റ് ബാങ്കിലെ റെയ്ഡാണ്. വെസ്റ്റ് ബാങ്കിൽ കടുത്ത രീതിയിലുള്ള റെയ്ഡിലേക്ക് ഇസ്രായേൽ സേന കടക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ തൂൽക്കറം പോലുള്ള ഇടങ്ങളിൽ ഇസ്രായേൽ സേന കടുത്ത രീതിയിൽ ആക്രമണം അഴിച്ചുവിടുന്നുണ്ടായിരുന്നു. ഇന്ന് നടത്തിയ ആക്രമണത്തിൽ സംഭവിച്ചത് ഇസ്രായേൽ സേനയുടെ വാഹനം ഒരു സ്ഫോടക വസ്തുവിന് മുകളിൽ കയറി പൊട്ടിത്തെറിച്ച് ഒരു സൈനികൻ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റ ഔട്ട് പോസ്റ്റുകൾ 5 കുടിയേറ്റ ഔട്ട് പോസ്റ്റുകൾ കൂടി ലീഗലൈസ് ചെയ്യാനുള്ള നീക്കത്തിലേക്കാണ് ഇസ്രായേൽ കടന്നിരിക്കുന്നത്. ഇതിന് തീവ്ര വലതുപക്ഷ മന്ത്രിയായ സ്മോട്രിച്ച് പറയുന്നത് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച രാജ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഔട്ട് പോസ്റ്റുകളെ ലീഗലൈസ് ചെയ്യാനുള്ള തങ്ങളുടെ നീക്കത്തിന് പിന്നിലെന്നാണ്. മറ്റൊരു കാര്യം, ഇസ്രായേൽ സൈനികരിലെ കുറവാണ്. പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറയുന്നത് 10,000 ഇസ്രായേൽ സേനയിലേക്ക് 10,000 സൈനികരുടെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. സൈനികരുടെ കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. ഗസയിലേക്ക് മടങ്ങിച്ചെല്ലാൻ, ഗസയിൽ യുദ്ധം ചെയ്ത് തിരികെ വന്നവർ മടങ്ങിച്ചെല്ലാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ 10,000 സൈനികരെ ഇസ്രായേൽ സേനയ്ക്ക് ആവശ്യമുണ്ട് എന്നും സ്മോട്രിച്ച് പറയുന്നു. ബൈഡൻ മുന്നോട്ട് വെച്ചൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഗസയിൽ ഹമാസിന്റെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ ഗസയിൽ ഫലസ്തീൻ അതോറിറ്റിക്കോ ഭരണം വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല, മറ്റൊരു തരത്തിലുള്ള ഒരു ഭരണം തന്നെ ഗസയിൽ വേണമെന്നുള്ളതാണ്. ഇതിന് കൂട്ടിച്ചേർത്ത് സ്മോട്രിച്ച് ആവശ്യപ്പെടുന്നത് ഗസയിൽ സൈനിക ഭരണം, അതായത് ഇസ്രായേലിന്റെ തീവ്ര വലതുപക്ഷ മന്ത്രിയാണ് സ്മോട്രിച്ച്. നേരത്തെ തന്നെ വിവാദങ്ങൾക്ക് പുറമെ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള തീവ്ര അഭിപ്രായങ്ങൾ സ്മോട്രിച്ച് മുന്നോട്ട് വെച്ചിരുന്നു. അതിലൊന്നാണ് ഇപ്പോൾ സൈനിക ഭരണം ഗസയിലേക്ക് വരണം എന്നാണ് സ്മോട്രിച്ച് ആവശ്യപ്പെടുന്നത്. നെതന്യാഹു പിൻവാങ്ങില്ല എന്ന് തന്നെ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഗസയിലെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഷഹാന ഷെറിൻ പങ്കുവച്ചത്.